ഇന്നത്തെ ഈവനിങ്ങിന് സൈഡായിട്ട് ഒരു കറിക്ക് ഈ ഉണക്കനന്ദൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. ഉണക്കനന്ദൻ എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് പലവർക്കും അറിയില്ല. ഞാനിവിടെ അതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഒരു നന്ദൻ എടുക്കുക. നന്ദൻ എടുത്തിട്ട് അതിൻ്റെ തലയുടെ ഈ വശത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇതിൻ്റെ ഈ സൈഡിലെ മുള്ള് വെട്ടുക, മറിച്ച് വെട്ടുക. അങ്ങനെ തൊലി അതുപോലെ തന്നെ ഇതിൽ നിന്ന് പോരും. ഇങ്ങനെ വേണം ഉണക്കനന്ദൻ കളഞ്ഞെടുക്കാൻ. അധികം സമയമൊന്നും എടുക്കില്ല. കുറച്ച് സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് വറുത്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഞാൻ എടുക്കുമ്പോൾ 2 നേരത്തേക്ക് കൂടി കണക്കാക്കിയൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇതുപോലെ ഇങ്ങനെ കളഞ്ഞ് വൃത്തിയായിട്ട് തൊലി കളയണം. ഓക്കെ, ആ വെട്ടി വെച്ച നന്ദൻ നമ്മളിതാ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇനി നന്ദൻ എങ്ങനെ വറുത്തെടുക്കണേ നോക്കാം. ഞാൻ വെട്ടി വെച്ച നന്ദനാണിത്. ആ നന്ദൻ ആദ്യം നമ്മൾ പ്ലെയിനായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എണ്ണയൊന്നും ഒഴിക്കണ്ട, അത് വെറുതെ ചൂടാക്കി എടുത്തതിന് ശേഷം അത് മൊരിഞ്ഞ് നമ്മൾക്ക് ഒന്ന് കോരി വയ്ക്കാം. പിന്നെ ഓക്കെ, ഇത് ഏകദേശം ഒന്ന് നിറം മാറി ഒരു മൊരിവായി കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് കോരി മാറ്റാം. എന്നിട്ട് അല്പം എണ്ണ ചേർത്ത് അത് വറുത്തെടുക്കാം. സ്റ്റോപ്പ്. ഇനി നമുക്ക് അല്പം എണ്ണ ഒഴിച്ച് വറുത്ത് വെച്ച നന്ദനിൽ ഒന്ന് പുരട്ടിയെടുക്കാം. എണ്ണയിൽ ചിക്കി വറുത്തതിന് ശേഷം നമുക്ക് ഇതിനായിട്ട് കുറച്ച് ഉള്ളി ചതച്ച് വെച്ചതാണ്. അത് നമുക്ക് ഇതിട്ടിട്ട് മൊരിച്ചെടുക്കാം. എണ്ണയിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. വീണ്ടും ഞാനിത് കോരി മാറ്റുകയാണ്. അടുത്തതായി ഇനി ഉള്ളി മൊരിക്കാൻ ആവശ്യമായ എണ്ണ ചേർത്ത് നമുക്ക് ഇത് സെറ്റാക്കാം. എണ്ണ ചൂടായതിന് ശേഷം ചതച്ച് വെച്ച ചുവന്നുള്ളി ചേർത്ത് മൊരിക്കുക. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഞാനിവിടെ ഈസ്റ്ററിൻ്റെ ചില്ലി ഫ്ലേക്സാണ്. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അടുത്തത് ഈ ഉള്ളി ഒന്ന് നല്ലോണം വാടി മൊരിഞ്ഞതിന് ശേഷം മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും ഉള്ളിയും ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞ് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞ് ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ മുളകൊന്ന് മുരിഞ്ഞെല്ലാം സെറ്റായി തോന്നുമ്പോഴേക്കും നന്ദൻ നമ്മൾ വറുത്ത് വെച്ച് കോരി മാറ്റിയ നന്ദൻ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. ഇനി ഇപ്പോൾ ഇത് ഏകദേശം എല്ലാം കൂടി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മുടെ നന്ദൻ വറുത്തത് ഉണക്ക നന്ദൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കും.